ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ബീഫ് കൊണ്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ചില്ലി ഉണ്ടാക്കുന്ന റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനു വേണ്ടി എല്ലില്ലാത്ത നല്ല പീസ് നോക്കി ഇതുപോലെ കുറച്ച് ബീഫ് എടുത്തിട്ടുണ്ട്. നന്നായി കഴുകി വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ ഊറ്റിയതിന് ശേഷം കുക്കറിലേക്കിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, കുറച്ച് വെള്ളവും ഒഴിച്ച് ഒരു 5-8 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും 1/4 കപ്പ് വെള്ളവും ഒഴിച്ച് നന്നായിട്ട് തന്നെ യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഒരു ബീഫ് ഏകദേശം വേവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നന്നായി ചൂടാറിയതിന് ശേഷം അതുപോലെ കട്ട് ചെയ്തെടുക്കാം. കുറച്ച് നീളത്തിലങ്ങനെ 1/2 ഇഞ്ച് വീതിയിലങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതേപോലെ വറ്റൽമുളക് നന്നായിട്ട് തന്നെ ക്രഷ് ചെയ്തെടുത്തത് കുറച്ചിട്ട് കൊടുക്കുക. പിന്നെ അതിലേക്കൊരു 4-5 സ്പൂണ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. പിന്നെ ഗരം മസാല, കുരുമുളക് പൊടി, മുളകും പൊടി, കശ്മീരി മുളകും പൊടി ആണെങ്കിൽ നല്ലതാണ് കേട്ടോ. പിന്നെ കളർ വേണമെന്നുള്ളതിൽ ഫുഡ് കളർ ഉണ്ടല്ലോ, റെഡ് ഫുഡ് കളർ ചേർത്ത് കുറച്ച് സുർക്കയും ഒഴിച്ച് നന്നായിട്ട് തന്നെ ഈ ഒരു മസാല റെഡിയാക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്ത് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ടങ്ങനെ പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുത്തത് കുറച്ച് കളറ് കൂട്ടിയിട്ടോ. അതേപോലെ നമ്മൾ ആ ബീഫ് വേവിച്ചപ്പോൾ കുറച്ച് വെള്ളം ഉണ്ടായില്ലോ, അതും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തു. അപ്പോൾ സുർക്കയൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മസാല ഉണ്ടാക്കിയിട്ട് പോരായുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് മുളകും പൊടിയും കോൺഫ്ലവറൊക്കെ ചേർത്ത് കൊടുക്കട്ടോ. കുറച്ച് സുർക്കയൊക്കെ ഒഴിച്ച് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബീഫ് ഇട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്കിത് ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് നന്നായിട്ട് തന്നെ പൊരിച്ചെടുക്കാം. ബീഫ് ആദ്യമേ നമ്മൾ വേവിച്ചെടുത്തതല്ലേ, അപ്പോൾ നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് പൊരിച്ചെടുക്കാൻ. വറുത്ത് കോരുന്നതിൻ്റെ ആ ടൈമിൽ നമുക്ക് കറിവേപ്പ്, പച്ചമുളകൊക്കെ ഇട്ട് ഒന്ന് വാട്ടിയെടുക്കട്ടോ. അപ്പോൾ അതാ നമ്മൾ പൊരിച്ചെടുത്തതിന് ശേഷം ഇതേപോലെ ഇട്ട് കിട്ടിയത് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ ബൈ.